മാഡം നമസ്തേ. നമസ്തേ സർ. എവിടുന്നാണ് വന്നേക്കണത്? നിങ്ങൾ മലയാളിയാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു. മൈസൂർക്ക് എവിടുന്നാണ് നിങ്ങൾ വന്നുള്ളത്? ബാംഗ്ലൂരിൽ മൈസൂരിൽ അമ്മേൻ്റെ വീടാണ്. ഓക്കെ. സോ ഐ കെയിം ഫ്രം ബാംഗ്ലൂർ. എന്താണ് ജോലി? ജോലി ടീച്ചറാണ്. ഓക്കെ, സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആയർമട്ടത്തിന് വന്നത്? ഞാൻ കുറച്ച് എക്സസൈസ് അധികമാക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസും എക്സസൈസും എല്ലാം ആകുമ്പോൾ ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലം വന്ന പോലെ തോന്നി. അപ്പോൾ ഡാൻസർ. ഓക്കെ. അപ്പം പിന്നെ ഈ MRI സ്കാൻ എടുക്കുമ്പോൾ മനസ്സിലായത് ഡിസ്ക് സ്ലിപ്പായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ പറഞ്ഞത് ഓപ്പറേഷൻ ആക്കണം ആൻഡ് ക്ലാസിക്കൽ ഡാൻസിനെ കണ്ടിന്യൂ ആക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമ്പോൾ ഇങ്ങനെ വീഡിയോസ് ഓപ്പറേഷൻ ചെയ്യണം ലൈഫ് ടൈം, പിന്നെ ഡാൻസ് പാടില്ല, ആയിട്ട് റിമൂവ് ആക്കും, ക്ലാസിക്കൽ ഡാൻസ് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയ നിമിഷത്തില്? അപ്പൊ എന്തായാലും ഓപ്പറേഷന് വേണ്ടെന്നില്ല ഒരു ഇതാണ് തീരുമാനം എടുത്തു. പക്ഷെ ഇത് എങ്ങനെ ശരിയാക്കാന്ന് വിചാരിച്ചു? അത് മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ അമ്മേന്റെ അടുത്തുനിന്ന് പറഞ്ഞതാ ഇങ്ങനെ ആയുർമഠം ഉണ്ട്, നല്ലൊരു ഡോക്ടർ ഉണ്ട്, അവിടെ പോയിട്ട് ഒന്ന് കൺസൾട്ട് ആക്കി നോക്കാം. പിന്നെ ഞാൻ അങ്ങനെ അതിനെ യൂട്യൂബിലെല്ലാം ഒന്ന് സെർച്ച് ആക്കി നോക്കുമ്പം I thought like he was a great doctor. Okay. So I came here. പിന്നെയാണ് മനസ്സിലായത് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് എല്ലാം ആയാൽ പിന്നെ ലാസ്റ്റിന് മർമ്മ ചികിത്സ എങ്ങനെ വലിക്കുന്ന ഒരു കറക്ഷൻ എല്ലാം ആയിട്ട് ഞാൻ പോയ പിന്നെ 3 മാസം ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു, ഡാൻസ് ആവട്ടെ ഒന്നും ചെയ്യണ്ടെന്ന്. പക്ഷെ 3 months ആയ പിന്നെ എനിക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നുണ്ടായിട്ട് എനിക്ക് ചമ്മടപ്പൊടി ഇട്ടിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല, തായ്ക്ക് ഇരിക്കാൻ കഴിയുകയില്ല. നടക്കാൻ കഴിയും, അത് സ്ട്രെച്ച് ആക്കാൻ കഴിയുകയില്ല. ഞാൻ നല്ല എക്സസൈസ് സൂര്യ നമസ്കാരം എല്ലാം ആക്കുന്നതാണ്. സൂര്യ നമസ്കാരം ആക്കുമ്പോൾ ഈ സ്ട്രെച്ചിങ് കഴിയൂല എനിക്ക്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ ഇരിക്കുക, ഞാൻ മടക്ക, ഇപ്പം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ആക്കുന്നുണ്ട്. ലാസ്റ്റ് 1.5 year ആക്കുന്നുണ്ട്. ഈ ട്രീറ്റ്മെന്റ് എടുത്ത 2021. 1.5 years ടീച്ചർ ഫോർ ക്ലാസിക്കൽ ഡാൻസ്. ഇപ്പം ഞാൻ ഡാൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതേ സ്പീഡിൽ തന്നെ മുന്നോട്ടുള്ള അതേപോലെ ഡാൻസ് ആക്കാൻ കഴിയുകയില്ല ലൈഫിൽ എന്ന് വിചാരിച്ചതാണ്. അതൊരു ബേജാറുണ്ടായി. ഗ്രേറ്റ് ബ്ലെസ്സിങ്സ്. അത് നല്ല ബ്ലെസ്സിങ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചികിത്സ എടുത്തത്? 16 days ഞാനിവിടെ അഡ്മിഷൻ ആയിട്ടുണ്ടായി. അപ്പോൾ ഉഴിച്ചല് അതെല്ലാം ഉണ്ടായി. ലാസ്റ്റ് മർമ്മ ചികിത്സ കഴിഞ്ഞിട്ട് 3 months ബെഡ് റെസ്റ്റ് ഉണ്ടായി. അതായിട്ട് മെഡിസിൻ കണ്ടിന്യൂ ആക്കാൻ പറഞ്ഞു, അൺടിൽ 3 more months കണ്ടിന്യൂ ആക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് ബാംഗ്ലൂർ പോയ പിന്നെ 1 year ഞാൻ ഡാൻസ് ആക്കിയിട്ടില്ല, പക്ഷെ വാക്കിംഗ് ആക്കലുണ്ട്. വാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിട്ടേൺ ആയി. എനിക്ക് ഒരു വേദനയും ഇല്ല. എൻ്റെ സെയിം ഇനിയൊരു ടീച്ചർ ഉണ്ട്, അവർക്ക് ഡിസ്കിൻ്റെ പ്രോബ്ലമാണ്. ഞാൻ ഒരു ഓപ്പറേഷൻ ആക്കിയത്. അവർക്ക് മേലെ സ്റ്റെയർ കേസ് കയറണ്ട, അവർ സ്റ്റെയർ കേസ് ഒന്നും കയറുമില്ല. ഞാനിപ്പോൾ 5th floor വർക്ക് പോവും, വരും, ഡാൻസ് കളിക്കും, എക്സസൈസ് ഒക്കെ എല്ലാം ഉണ്ട്. നിങ്ങളെ കാണുമ്പോൾ അവരെന്താ പറയാറ്? അവരിപ്പം കുറെ ആൾക്കാർ റെഡി ആയിരുമടം എന്ന് ചോദിച്ചിട്ട് കൺസൾട്ടേഷൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പൊ എത്ര കൊല്ലായി ഫുൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്? 2021 ട്രീറ്റ്മെന്റ് ഞാൻ ഉണ്ടാക്കിയത്. 1 year ഞാൻ ഡാൻസ് ഒന്നും ചെയ്തിട്ടില്ല. 3 years ആയി. അതിൽ 1 year ഡാൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഫ്രം ലാസ്റ്റ് 2 years യു ആർ പ്രാക്ടീസിംഗ്. 2022 എൻഡിന്ന് ഞാൻ നോർമൽ. പിന്നെ ഒട്ടും അങ്ങനെ വേദന എന്നില്ല. ഒരു 10 കൊല്ലം മുന്നേ, എത്ര കൊല്ലം ചെറുപ്പമുണ്ടോ അപ്പൊ അങ്ങനെ വേദന ഇല്ല എന്ന് പറയുമ്പോ ഒന്നും തോന്നില്ല. അങ്ങനെ ഒരു എനർജി ലെവലൊക്കെ മുന്നുള്ള പോലെയൊക്കെ നല്ല എനർജി ലെവലും. അപ്പൊ ഇപ്പൊ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഡാൻസ്? ഇപ്പൊ ഞാൻ കണ്ടിന്യൂ ആക്കി. എന്റെ ഒരു പഠിച്ചിട്ട് കണ്ടിന്യൂ ചെയ്തു അല്ലേ? പിന്നെ ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഫിസിക്സ് മാത്സ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ടീച്ചേഴ്സിനും ഇല്ല സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ വീഡിയോ ത്രൂ പറയാൻ ആഗ്രഹിക്കുന്നത്? ഡെഫിനറ്റ്ലി ഓപ്പറേഷൻ ഫസ്റ്റ്, അതും സ്പൈനിൻ്റെ ആവട്ടെ അതിൻ്റെ ആവട്ടെ ഓപ്പറേഷൻ ഫസ്റ്റ് കൺസൾട്ട് ആക്കുകയോ വേണ്ട. ആയുർവേദിക് ട്രീറ്റ്മെന്റ് എല്ലാം നോക്കിയിട്ടും കൂടെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം തോന്നിയില്ലെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഫസ്റ്റ് കൺസൾട്ടേഷൻ എന്തായാലും ബാക്കിൻ്റെ പ്രോബ്ലത്തിന് ഓപ്പറേഷൻ വേണ്ടെന്ന് തന്നെ പറയുന്നുള്ളൂ. ഓക്കെ, ഈ ആയുർമഠത്തിനെ പറ്റിയിട്ടും ചികിത്സനെ പറ്റിയിട്ടും എന്താ പറയാൻ താല്പര്യപ്പെടുന്നത്? ഐ ആം ദ ലിവിങ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഓക്കെ, എന്താന്ന് പറഞ്ഞാൽ ഇനി ഡാൻസ് കളിക്കാനേ കഴിയൂല, ഇല്ല എക്സസൈസ് ആക്കാൻ കഴിയൂല എന്നൊരു മൈൻഡ് സെറ്റ് ഒന്ന് ഐ ആം പെർഫെക്റ്റ്ലി വെൽ നൗ. Okay, so you are completely recovered and you want to refer other patients to the same treatment procedures. So nice. Anyway, thank you so much, madam. നിങ്ങളുടെ ആരോഗ്യം ഇനിയും ജീവനം പൂർത്തിയായിട്ടും നല്ല സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു സർ.